നമസ്കാരം. 4 മാസക്കാലമായി ലോകത്തെ മുഴുവൻ യുദ്ധഭീതിയിലാക്കിയ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് ഒടുവിൽ ഒരു ശുഭപര്യവസാനമാകുന്നു എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇന്ന് ഉറപ്പിച്ച് പുറത്തുവരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ 60 ദിവസത്തെ വെടിനിർത്തൽ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സമാധാന ഡീലിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജൂൺ 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക കരാർ എന്നാണ് പുറത്തുവരുന്ന വാർത്ത. ഈ വലിയ നയതന്ത്ര നീക്കത്തിന് പിന്നിൽ മധ്യസ്ഥ വഹിച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറിൽ ധാരണയായ വിവരം സന്തോഷപൂർവ്വം അദ്ദേഹം തന്നെയാണ് ആദ്യം ലോകത്തെ അറിയിച്ചതും. ലെബനൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യയിലെ എല്ലാ മേഖലകളിലെയും സൈനിക നടപടികൾ ഉടനടി ശാശ്വതമായി അവസാനിപ്പിക്കാൻ എല്ലാ പക്ഷവും സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പാക് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ വാർത്തയെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇറാനുമായിട്ടുള്ള കരാറ് പൂർത്തിയായി എന്നും ഹോർമൂസ് കടലിടുക്ക് യാതൊരുവിധ ടോളുമില്ലാതെ കപ്പലുകൾക്കായി തുറന്നു കൊടുക്കാൻ താൻ പൂർണ്ണ അധികാരം നൽകുന്നു എന്നുമാണ് ട്രംപ് കുറിച്ചത്. അതായത് താൻ പൂർണ്ണ അധികാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് ട്രംപിൻ്റെതായിരുന്നു, അത് ഇറാന് അനുമതി കൊടുത്തു എന്ന്. എന്താ അല്ലേ, അവിടെയും കൊണ്ടുവന്ന് കൊളുത്താണ്. ഈ ട്രംപിന് എന്നാണ് ഈ ഹോർമൂസ് തീരെഴുതി കൊടുത്തത്, അല്ലെങ്കിൽ എന്നാണ് പിടിച്ചടക്കുക എന്നറിയില്ല. ഏതായാലും ആരന്റെ മുതൽ പിടിച്ചടക്കി വെച്ചിട്ട് ഞാൻ അനുമതി കൊടുത്തു എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഞാൻ തന്നെയാണ് എന്ന് ആ ഞാൻ എന്നുള്ളൊരു ഹുങ്ക്, ഒരുപക്ഷെ ഞാനാണിത് അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തടി രക്ഷപ്പെടുത്താനായിരിക്കാം. ഇനി അത് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുമായിരിക്കാം. ആയിക്കോട്ടെ, ഏതായാലും സമാധാനമായല്ലോ. ലോകത്തിലെ കപ്പലുകളോട് നിങ്ങളുടെ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് തുടങ്ങിക്കൊള്ളൂ, എണ്ണ പ്രവഹിക്കട്ടെ എന്നാണ് ട്രംപ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനെ കൂടാതെ ഖത്തർ, ഒമാന്, തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ സമാധാന ചർച്ചകളിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ അടുക്കളയെ ബാധിച്ചിട്ടുള്ള യുദ്ധം നമുക്കറിയാലോ. യുദ്ധം തുടങ്ങി 12ാമത്തെ ദിവസം നമ്മുടെ അടുക്കളയെ ബാധിച്ചതാണ്. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ ഹോട്ടലുകളെ ബാധിച്ചു. ഇപ്പോഴും പല ഹോട്ടലുകളും മര്യാദയ്ക്ക് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല, ചിലതൊക്കെ പൂട്ടിപ്പോയി. അതായത് കൊറോണ കാലത്തിന്റെ ഒരു സമാന പശ്ചാത്തലം ഇവിടെ വന്നുപോയി. അതായത് നമ്മുടെ ഈ രാജ്യം പോലും, എല്ലാ രാജ്യങ്ങളും ഒക്കെ വലിയ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. ഏതായാലും ആ ഒരു പ്രതിസന്ധി ഈ യുദ്ധം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നില്ല എന്ന് തെളിയിച്ചതാണ്. മറിച്ച് നമ്മുടെ നിത്യജീവിതത്തെയും അടുക്കളകളെയും വരെ കടുത്ത രീതിയിൽ ബാധിച്ച ഒന്നായിരുന്നു എന്ന് നമുക്ക് നേരിട്ട് അനുഭവിച്ചതാ. യുദ്ധം കാരണം ഉണ്ടായിട്ടുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി മൂലം നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണം ലഭിച്ചിരുന്ന പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ടി വന്നു. ബ്രോസ്റ്റ് ഷോപ്പുകളൊക്കെ പലതും കാണാനില്ല. മുമ്പൊക്കെ ആവശ്യപ്പെട്ടാൽ ഒരൊറ്റ ദിവസത്തിനകം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കകം ലഭിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1.5 മാസം 2 മാസമൊക്കെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ അവസ്ഥയിലുണ്ട്. കിട്ടിയ സിലിണ്ടർ തന്നെ വളരെ പേടിയോടെ അളന്നും പറ്റുമൊക്കെയാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല മാർഗങ്ങളും ഒക്കെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഓയിൽ സംവിധാനം, ഒരു അടുപ്പ് സ്വന്തമായി ഉണ്ടാക്കി വാങ്ങാൻ കിട്ടാത്തത് കൊണ്ട് അത് ഗ്യാസിനേക്കാളും മറ്റ് കറണ്ടടുപ്പിനേക്കാളും വിറകടുപ്പിനേക്കാളും ഒക്കെ പെട്ടെന്ന് പാചകം നടക്കും. അതുപോലെ ലാഭവുമാണ്, വളരെ ലാഭവുമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഗ്യാസ് കിട്ടി തുടങ്ങിയാലും അത് തുടരുന്നുണ്ട്. എന്തായാലും ഗ്യാസിന്റെ ദൗർലഭ്യത്തിന് ഇങ്ങനെ ചില ഗുണങ്ങളും കൂടി ഇതിനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും അത് കിട്ടില്ലല്ലോ. ഏതായാലും നടക്കട്ടെ. ഏതായാലും ഗ്യാസുകൾ കിട്ടുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതിനിടയിൽ 4 തവണയാണ് പെട്രോൾ വില നമ്മുടെ നാട്ടിൽ കൂട്ടിയത്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ എണ്ണ പ്രവഹിക്കട്ടെ എന്ന ആ ഒരു സന്ദേശം ലോകത്തിന് വലിയ ആശ്വാസമാണ്. നമ്മുടെ സർക്കാർ ഇങ്ങനെ എണ്ണ പ്രവഹിക്കുമ്പോൾ വില കുറച്ചുകൊണ്ടുവന്ന് കൂട്ടിയതെങ്കിലും ഒന്ന് കുറച്ചിട്ട്, അല്ലാതെ ഇപ്പൊ കുറഞ്ഞതിന്റെ കുറച്ചൊരംശം മാത്രമാണ് കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൂട്ടാൻ ശ്രമിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡീലിലെ പ്രധാന വ്യവസ്ഥകൾ, കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല എങ്കിലും പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇറാന് വലിയ സാമ്പത്തിക ആശ്വാസം നൽകുന്ന വ്യവസ്ഥകളാണ് ഇതിലുള്ളത്. ആ രേഖകൾ പുറത്തുവിടേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഇറാന്റെ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളുണ്ട്. ഇറാന്റെ തടഞ്ഞു വെച്ചിരിക്കുന്ന പണം തിരിച്ചു കിട്ടണം. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ആദ്യ ഗഡു ഇപ്പൊ കൊടുക്കും, ബാക്കിയുള്ള ഗഡു 2 മാസത്തിനുള്ളിൽ കൊടുക്കും. പിന്നെ ഹോർമൂസിന്റെ കാര്യം അത് അങ്ങനെ പോകും. പിന്നെ ഉപരോധങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കും. ഇറാനും സഖ്യകക്ഷികളുമായിട്ടുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിക്കും. ഇതൊക്കെ തന്നെയാണ് കരാറിലുള്ളത്. അത് സമ്മതിച്ചാൽ മാത്രമേ ഇവർ ഒപ്പിടുള്ളൂ. അല്ലാതെ ട്രംപിന് വിശ്വാസമൊന്നുമില്ല. അത് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് കരാറിലുള്ളത്. പിന്നെ അത് വിളിച്ചു പറയാത്തത് ട്രംപിന് ഇത് വെച്ചൊന്ന് മുതലെടുക്കണമല്ലോ, ഞാനാണെന്ന് പറയണമല്ലോ. അതുകൊണ്ട് ഈ കാര്യം പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഏതായാലും 60 ദിവസത്തെ വെടിനിർത്തൽ, താൽക്കാലിക വെടിനിർത്തൽ കാലയളവിനുള്ളിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ആണവ ചർച്ചകൾ നടക്കേണ്ടത്. അത് അമേരിക്കയ്ക്ക് വേണം എന്നാണ് പറയുന്നത്.
യുറേനിയം മറ്റുമെല്ലാം വേണമെന്നാണ് പറയുന്നത്. അത് ഇപ്പൊ ഇറാൻ കൊടുക്കോ ഇല്ലയോ എന്ന് അറിയില്ല. ഇറാൻ ആണവായുധം എന്തായാലും ഉണ്ടാക്കൂല എന്നൊരു ഉറപ്പുമേല് ആ മോഹം ട്രംപിന് തൽക്കാലം ഉപേക്ഷിക്കേണ്ടി വരും. അതായിരിക്കും ആ ഡീലിന്റെ ഒന്ന്. ഏതായാലും ഇതൊക്കെ 60 ദിവസത്തെ ആ വെടിനിർത്തൽ കരാറുണ്ടല്ലോ, ഇപ്പോഴത്തെ കരാർ, അതിന് ശേഷമായിരിക്കും അന്തിമ ഡീലിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നാണ് പറയുന്നത്. തൽക്കാലം 2 മാസത്തേക്ക് യുദ്ധം വേണ്ട. ഹോർമുസ് കടലിടുക്കൽ വഴി കപ്പലുകൾക്ക് ഇനി സ്വതന്ത്രമായിട്ട് കടന്നുപോകാൻ പറ്റുമെന്നും ഇറാനിലേക്കും അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു കപ്പലിനെയും അമേരിക്ക തൊടില്ല എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം ഉടനടി പിൻവലിക്കാൻ ട്രംപ് ഉത്തരവിട്ടിട്ടുമുണ്ട്. നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാലേ പിൻവലിക്കൂ എന്നാണ്. ഇതാണ് ഈ ട്രംപിനെ കുടിച്ചുവെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞത്. ഇന്നലെ വരെ ട്രംപ് പറഞ്ഞിരുന്നത് കരാറിൽ ഇന്ന് ഇറാൻ ഒപ്പിടുവോ, നാളെ മുതൽ ഉപരോധം പിൻവലിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോഴോ ആ കരാറിൽ ഒപ്പിട്ടില്ല. ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. വേറെ നിവൃത്തിയില്ലെന്നേ. ഇറാന്റെ ഈ അടി, ഇറാന്റെ ആ ഒരു ശക്തി, അത് അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിച്ച ലെവലിലൊന്നും അല്ല. ഇറാന്റെ വഴിക്ക് വന്നേ പറ്റൂ. ഇറാൻ നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല. നമ്മുടെ ഈ ലൂസിഫറിൽ പറയുമല്ലോ, ഒരു ഡയലോഗ് പറയുമല്ലോ, സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇറാന്റെ ഒരു അവസ്ഥ എന്ന് നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു ഉപാധിയായിരുന്നത് അമേരിക്കൻ ബാങ്കുകളിൽ മരവിപ്പിച്ചു നിർത്തിയിരുന്ന ഇറാന്റെ 1200 കോടി ഡോളറിന്റെ ആസ്തികളാണ്. ഈ 1200 കോടി ഡോളറിന്റെ ആസ്തികൾ അമേരിക്ക വിട്ടു നൽകും. എന്നാൽ തങ്ങൾക്ക് 2500 കോടിയുടെ ആസ്തികൾ തിരികെ ലഭിക്കുമെന്നാണ് ഇറാൻ അധികൃതർ അവകാശപ്പെടുന്നത്. അതിന്റെ കണക്കുകളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ പിന്മാറേണ്ടി വരും. പക്ഷെ അത് ഇറാൻ പിന്മാറും എന്ന് അമേരിക്ക പറയുന്നതാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും ഒരു കാര്യം ഉറപ്പിക്കാം, ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കില്ല. അപ്പോൾ ആണവായുധം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് പിന്മാറേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാനുള്ള പദ്ധതി ഉണ്ടെങ്കിലല്ലേ പിന്മാറേണ്ടി വരുന്നുള്ളൂ. എന്നാലും ട്രംപിന് പറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്, ലോകത്തിന്റെ മുന്നിൽ കൊണ്ടോ ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ, നടക്കട്ടെ. നിലവിൽ ആയുധ നിർമ്മാണം ലക്ഷ്യമിട്ടിട്ട് ഇറാന്റെ കയ്യിൽ 9000 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 440 കിലോഗ്രാം മാത്രമാണ് ആണവായുധ ഗ്രേഡിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇത് നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും എന്നും പറയുന്നുണ്ട്. ഏതായാലും ഉപരോധങ്ങളിൽ വലിയ തോതിലുള്ള ഇളവ് വന്നിട്ടുണ്ട്. ഡീല് യാഥാർത്ഥ്യമാകുന്നതോടെ അമേരിക്കയ്ക്ക് പുറമെ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളും ഇറാന്റെ മേലുള്ള മറ്റു ഉപരോധങ്ങളിലൊക്കെ ഇളവ് വരുത്തും. ഇറാന്റെ അവകാശവാദവും ഇറാന്റെ ഇടച്ചിലുമെല്ലാം തൽക്കാലം അവസാനിക്കും. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണയിലെത്തിയതിനെ തങ്ങളുടെ വലിയൊരു വിജയമായിട്ടാണ് ഇറാൻ ചിത്രീകരിക്കുന്നത്. അതങ്ങനെയാണ് താനും. കാരണം എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്, യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ വെടിനിർത്തലിന് വേണ്ടി എന്തൊക്കെയാണോ അവർ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നത്, ആ നിബന്ധനകളാണ് ഇന്നിപ്പോ അംഗീകരിച്ചുകൊണ്ട് ട്രംപിനും ഇസ്രായേലിനും മറ്റുള്ള രാജ്യങ്ങൾക്കും ഒക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നത്. ഇറാന്റെ എല്ലാ ആവശ്യങ്ങളും അമേരിക്ക അംഗീകരിച്ചുവെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക സൈന്യമായിട്ടുള്ള IRGC പുറത്തുവിട്ടിട്ടുള്ള സന്ദേശത്തിൽ പറയുന്നത്, ഞങ്ങളുടെ ദൈവികവും കഠിനവുമായിട്ടുള്ള ഇച്ഛാശക്തിക്ക് മുന്നിൽ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന ശത്രുക്കൾ കീഴടങ്ങുകയാണ് എന്നാണ്. ശത്രുക്കൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, അത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ വൻ വിജയമാണ് എന്നും ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ ആഭ്യന്തരമായിട്ട് ചില പ്രതിഷേധങ്ങളും വലിയ തോതിലുള്ള വിയോജിപ്പുകളും ഒക്കെ നിലനിന്ന സാഹചര്യത്തിൽ ഈ കരാറിനെ സ്വന്തം വിജയമായി ചിത്രീകരിക്കേണ്ടത് ഇറാന്റെ സൈനിക നേതൃത്വത്തിന്റെ ആവശ്യവുമാണ്. കാരണം ഇറാൻ ജനത പറയുന്നത്, ഒരു കാരണവശാലും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ മറ്റ് ശത്രു രാജ്യങ്ങൾക്കോ കീഴ്പ്പെടേണ്ട ആവശ്യമില്ല, ഞങ്ങള് ഓരോരുത്തരായി അവസാനത്തെ ആളും പൊരുതി മരിച്ചോളാന്നാണ് പറയുന്നത്. നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു ജനത എവിടെ നിന്നാ കിട്ടുക? ഇതിനുമുമ്പ് ഖത്തറിലുണ്ടായിരുന്നു, ഖത്തറിലെ അമീറിനോട് ഈ രാജ്യങ്ങളെല്ലാം ഖത്തറിനെ ഉപരോധിച്ച സമയത്ത് ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചോളാം, ഞങ്ങൾ ആരും കാല് പിടിക്കണ്ടെന്നുള്ളത്. അതേപോലെയാണ് ഈ ഇറാൻ ജനത ഇറാൻ ഭരണകൂടത്തോട് പറയുന്നത്. ആ ഒരു കൂറ് ഇറാൻ ഭരണകൂടം ജനങ്ങളോടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തൊക്കെ വന്നാലും ഏതൊക്കെ മലമറിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രംപ് പറയുന്ന ഒരു കാര്യത്തിനും ഇറാൻ ചെവിട് കൊടുക്കാറുന്നത്. എന്നാൽ ഈ കരാറിനോട് കടുത്ത വിയോജിപ്പാണ് ഇസ്രായേലിനെന്ന് മനസ്സിലാക്കണം. ഇസ്രായേൽ അത് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ ചില പ്രമുഖരുണ്ട്, അവർ കരാറിനെ തള്ളി പറഞ്ഞിട്ടുമുണ്ട്. ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗൂർ, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് ട്രംപിന്റെ ഈ കരാറിൽ ഇസ്രായേൽ പങ്കാളിയേയല്ല, തങ്ങൾ അമേരിക്കയുടെ കീഴിലല്ല ഉള്ളത് എന്നുമാണ്. തെക്കൻ ലെബനിൽ നിന്നുള്ള സൈനിക നടപടിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറേയില്ല, അത് തുടരും.
ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇനി കെയർ ചെയ്യുകയാണെങ്കിൽ ഈ കരാറൊക്കെ അവിടെ കിടക്കും, ഇറാൻ കേടി അങ്ങോട്ട് നിരങ്ങി കഴിയുമ്പോൾ ഇസ്രായേൽ തനിയെ നിർത്തിക്കോളും. മാത്രമല്ല അവിടെ പിന്നെ അമേരിക്ക കയറി ഇടപെടൂല. അമേരിക്ക കഴിഞ്ഞ ദിവസമാണ് പിന്നെ നെതന്യാഹുവിനെ വിളിച്ച് പാച്ചത്തെറി വിളിക്കുകയും എടാ പോടാ വാടാന്നൊക്കെ വിളിച്ചതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഇസ്രായേലിന്റെ കാൽക്കീഴിൽ നിൽക്കാൻ അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ ഇറാനുമായിട്ട് ഈ വെടിനിർത്തൽ ഉണ്ടാക്കേണ്ടത് ട്രംപിന്റെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്കെതിരെ തിരിയുന്നുമുണ്ട്. അമേരിക്കയാണ് അല്ലെങ്കിൽ ട്രംപാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്നത്. അതുകൊണ്ട് ഈ ഇസ്രായേലിന്റെ പരിധിക്ക് നിൽക്കാനും പറ്റൂല. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഇസ്രായേൽ കൊള്ളേണ്ടി വരും. ചിലപ്പോൾ ഇറാൻ പറയുന്നത് പോലെ ഇസ്രായേലിനെ നിരത്തി അങ്ങോട്ട് തുമ്പിലതാക്കിയെന്നും വരും. ആ അടി വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇസ്രായേൽ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇസ്രായേലിലെ മന്ത്രിമാർ ഇടഞ്ഞു നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നെതന്യാഹു ഇതിൽ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കാരണം നെതന്യാഹുവിന് അറിയാം ഈ അടിയും ഈ ബഹളവും എല്ലാം നെതന്യാഹുവിനാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നെതന്യാഹു ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ നെതന്യാഹുവിനെ തള്ളി ട്രംപ് തന്നെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് നെതന്യാഹു കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ പച്ചയ്ക്ക് പറഞ്ഞ ഭൂലോക ചെറ്റയാണ്. അയാള് വാക്കിന് വിലയില്ല. ആരാ വാക്കിന് വിലയില്ലാത്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നെതന്യാഹു തുടക്കം മുതൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലെബനോനെ അടിക്കാതിരിക്കാൻ പറ്റില്ല. ഇറാനാണ് പറയുന്നത് ലെബനോൻ നമ്മുടെ സഖ്യരാഷ്ട്രമായതുകൊണ്ട് തന്നെ അവർ തൊടയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിരത്തും. ആ നിരത്തൽ അമേരിക്കയ്ക്ക് കൂടി പ്രശ്നമാകുന്നത് കൊണ്ട് അമേരിക്ക ഇത് പിടിച്ചു കെട്ടാൻ നോക്കുന്നേ. അത് പക്ഷേ നെതന്യാഹുവിനോ ഇസ്രായേലിനോ മനസ്സിലാകുന്നില്ല. ഇസ്രായേലിനെ അടികിട്ടി പുളിയും കുടിച്ച് ഇരുന്നാൽ മാത്രമേ ഇനി പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത് നെതന്യാഹുവിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന പിന്നെ ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ കരാറ് സാധ്യമാക്കിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് നെതന്യാഹു ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവനായിരിക്കണം. മാത്രമല്ല ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒറ്റ ഡയലോഗും കൂടി, ഇറാന്റെ പക്കല് ഒരൊറ്റ ആണവായുധം പോലും ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം 2 മണിക്കൂർ പോലെ നിലനിൽക്കില്ലായിരുന്നു എന്നും അമേരിക്ക ഇസ്രായേലിനെ കാത്തുരക്ഷിച്ചതെന്നും ട്രംപ് ഒന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളത്. ഇതിനു മുമ്പ് ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയ ചരിത്രമുണ്ട്. ഏതായാലും ആഗോള സാമ്പത്തിക രംഗത്തെ കുതിപ്പും സ്വർണ്ണവിലയും ഒക്കെ ഈ സമാധാന നീക്കത്തെ ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനൊക്കെ ഉൾപ്പെടെയുള്ള ആഗോള ശക്തികൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ തീരുമാനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നു. കാരണം യുദ്ധം നിൽക്കട്ടെ, നമ്മളും ഏകദേശം 90% എണ്ണ ഇറക്കുമതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരാർ വാർത്ത വന്നതോടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉണർവാണ് ഉണ്ടായിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില വീണ്ടും തകർന്ന് താഴേക്ക് വന്നു. യുദ്ധകാലത്ത് ബാരലിന് $120 കുതിച്ചുയർന്ന ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഒറ്റയടിക്ക് $83.28 തലകുത്തി അങ്ങോട്ട് വീണു. ഇന്ന് മാത്രം 4.64% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വൈകാതെ $80 താഴേക്ക് പോകും എന്നാണ് പ്രതീക്ഷ. ഇതോടെ പെട്രോൾ, ഡീസൽ, LPG വിലകൾ ഇനി വരും ദിവസങ്ങളിൽ കുറഞ്ഞേക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഇപ്പൊ കുറഞ്ഞതിന്റെ ഒരല്പമാണ് കൂട്ടിയത് എന്ന് പറഞ്ഞ് വീണ്ടും കൂട്ടുമോ എന്നാണ് നോക്കേണ്ടത്. രൂപയുടെ മൂല്യം എന്തായാലും ഒന്ന് ഉയർന്നിട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരിക, പിടുത്തപ്പെട്ട് വരുമായിരുന്നു. എവിടെ എത്തി നിൽക്കണമെന്നറിയോ? എണ്ണവില കുറയുകയും ഓഹരി വിപണി കുതിച്ചുയരുകയും ചെയ്തോടെ ഡോളറിനെതിരെ തകർച്ച നേരിട്ട ഇന്ത്യൻ രൂപയുടെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് കണ്ടത്. നമുക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഒരു വെടിനിർത്തൽ കരാർ കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏകദേശം 10,000-ഓളം മനുഷ്യജീവനുകളാണ് ലെബനനിലും ഇറാനിലും മറ്റ് ഗൾഫ് മേഖലകളുമായിട്ട് ഈ 4 മാസത്തെ യുദ്ധത്തിൽ പൊലിഞ്ഞുപോയത്. എന്തിനു വേണ്ടി തുടങ്ങി എന്ന് ആർക്കും കൃത്യമായ ഒരു ധാരണയുമില്ലാത്ത ഈ യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും 2 തട്ടിലാണ് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പും ഹോർമൂസ് കടലിടുക്ക് തുറന്ന ശേഷം വീണ്ടും ഏറ്റുമുട്ടലിലേക്ക് പോയ ചരിത്രമുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ചർച്ചകൾ പശ്ചിമേഷ്യയില് ഒരു ശാശ്വത സമാധാനത്തിന് വഴി തുറക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.